അപ്പോൾ ഹലോ ഗായ്സ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമേ ചെയ്തിരുന്ന ഒരു ഒരു വേൾഡിലോട്ടാണ്. പതിവ് ഇന്ന് നമ്മുടെ പുതിയ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്. എനിക്ക് ഇതിനു മുൻപ് വേറൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ എന്തോ ഒരു കാരണവശാൽ ഡിലീറ്റ് ആയിപ്പോയി. സോ എൻ്റെ ആ ഒരു ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ എന്നറിയില്ല. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത്, ആ ചാനൽ ഡിലീറ്റ് ആയി പോയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഒരു വീഡിയോ ഇടുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി 5 ദിവസം ഈ ഒരു ഹാർഡ് കോറിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഹാർഡ് കോറ് കുറച്ച് നാൾ മുൻപ് തുടങ്ങിയതാണ്. ഇപ്പോഴാണ് വീഡിയോ ഇടുന്നത്. ഇതാണ്ട് എനിക്കൊരു വീറ്റ് ഫാം ഉണ്ട്. നമ്മൾ ഇതുവരെ വില്ലേജ് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് മണിക്കൂർ ഈ വില്ലേജിനെ തപ്പി, ബട്ട് വില്ലേജ് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സീരീസിൻ്റെ അകത്ത് അയൺ ഫാം കാണൂല. പിന്നെ അതേപോലെ തന്നെ വില്ലേജ് ബ്രീഡിങ് സിസ്റ്റം അങ്ങനത്തെ സംഭവമൊന്നും കാണൂല. കാരണം വില്ലേജ് ഞാൻ അത്ര തപ്പിയിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഹാർഡ് കോർ സീരീസിൻ്റെ അകത്ത് വില്ലേജ് ഉണ്ടാവില്ല. ഇത് ഞാൻ മൈൻ ചെയ്ത സ്ഥലമാണ്. ബട്ട് ഞാൻ ചെയ്തതിൽ വെച്ച് പോകുമ്പോൾ ബാഡ് മൈനിങ് ആയിരുന്നു. കാരണം എനിക്ക് കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ല ആ ഒരു മൈനിങ്ങിൽ നിന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്കിതുവരെ ഒരു കേവും കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ബെഡ് ഉണ്ടാവുകൊണ്ട് ഈ ഷീപ്പിനെ ഒന്നും നമ്മൾ ഉപദ്രവിക്കുന്നില്ല. കാരണം നമ്മളൊരു ഫുഡ് ഫാം ഉണ്ടാക്കുന്നുണ്ട്. ഈ ഷീപ്പിനെയും പശുവിനെയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഫുഡ് ഫാം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം എന്താ വെച്ചാൽ, നമ്മൾ ആയ വീറ്റെല്ലാം എടുക്കാൻ പോവാണ്. എല്ലാ വീറ്റൊന്നും ആയിട്ടില്ല, ബട്ട് ആയ വീറ്റ് നമ്മൾ എടുക്കാൻ പോവാണ്. നമ്മൾ എടുക്കാൻ പോവാണ്. കാരണം നമുക്ക് ഇപ്പം തന്നെ ആ ഒരു ഫാം തുടങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, വീറ്റ് ഓക്കെ, ആൻഡ് ഈ വീറ്റെടുക്കാം. ഓക്കെ ഗൈസ്, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ആയ വീറ്റെല്ലാം ഒരുവിധമെല്ലാം എടുത്തിട്ടുണ്ട്. 44 ഇത് കിട്ടി. നമുക്കിത് നടാം. ഓക്കെ ഗൈസ്, നമ്മളെല്ലാം നടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തായാലും ഒരു ഫുഡ് ഫാം തുടങ്ങുന്നതായിരിക്കും. ഫുഡ് ഫാം മാത്രമല്ല, നമുക്ക് ഇഷ്ടം പോലെ വൂളും കിട്ടും ആ ഫാമിൽ നിന്ന്. ബട്ട് വൂളിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നും ഇല്ല. കാരണം വൂളെന്ന് വെച്ചാൽ ഇപ്പം വൂളിനെ കൊണ്ട് യൂസില്ല വെച്ചാൽ, വൂളിനെ കൊണ്ട് ആകെയുള്ളൊരു യൂസ് ബെഡ് ഉണ്ടാക്കലാണ്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും നമ്മളിത് വീണ്ടും നട്ടിട്ടുണ്ട്. ഇനി ഇത് വളരും. നമുക്ക് എന്തായാലും ഇപ്പോൾ വീറ്റെടുത്തിട്ട് പശുവിനെ ഇതാക്കാം. നമ്മൾ ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് ബേസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, പശുവിനെയും ഇതിനെയൊന്നും കാണാനില്ല. നമുക്ക് ആദ്യം തന്നെ പിഗിനെ നമുക്ക് ആക്കാൻ പറ്റൂല. ഏറ്റവും ദയനീയമായൊരു കാര്യം അതാണ്. കാരണം എങ്ങനെയെങ്കിലും ഒരു പൊട്ടറ്റോ ക്യാരറ്റോ കിട്ടണം. അത് വില്ലേജ് പോവാണ്ട് കിട്ടണം, എങ്കിലേ നമുക്ക് ഇതിനെ ആക്കാൻ പറ്റുള്ളൂ. അതിനൊരു വഴിയുണ്ട് ഗൈസ്. എങ്ങനെയാണ് വില്ലേജ് പോകാണ്ട് ക്യാരറ്റോ പൊട്ടറ്റോ കിട്ടുക വെച്ചാൽ, സോംബി എല്ലാം വരുന്ന സമയത്ത് ചില സോംബീസിൻ്റെ കയ്യിൽ പൊട്ടറ്റോ ഉണ്ടാവും. നമ്മൾ അങ്ങനത്തെ സോംബീസിനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അത് വളരെ റെയറാണ് ഗൈസ്. നമ്മൾ ഇപ്പം ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. അതുണ്ടാക്കിയാലേ നമുക്ക് ഈ ഒരു സിസ്റ്റം ആ ഒരു ഫുഡ് ഫാം ഉണ്ടായിക്കൂടും. നമുക്ക് കുറച്ച് പ്ലാങ്കും കുറച്ച് മരം മുറിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് വേഗം പോയി മരം മുറിക്കാം. ഓക്കെ ഗൈസ്, രാത്രി ആവാതിരുന്നാൽ മതിയായിരുന്നു. രാത്രി ആവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഗൈസ്, ഷീപ്പ് ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മുടെ അവൻ വന്ന സമയത്ത് മറ്റേ ആൾ വന്നിരുന്നു, ലാമ. അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയതാണിത്. നമുക്കിത് വെച്ച് ഇതിനെവിടെയെങ്കിലും ഒക്കെ ഒന്ന് കെട്ടിയിടാം. അതാകുമ്പോൾ ഇത് വേറെ എങ്ങോട്ടും പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ കെട്ടണമെങ്കിൽ ആദ്യം മറ്റേ സംഭവമാണല്ലേ. ഓക്കെ, നമ്മൾ തൽക്കാലം ഇതിനെ വിടുകയാണ്. അത് പോയാൽ വേറെ വരുമെന്ന് നമുക്ക് വിചാരിക്കാം. ഗൈസ്, എൻ്റെ പാവ ഷീപ്പ് കൂട്ടനെ നീ കൊല്ലുമല്ലടാ. അല്ല, പിന്നെ ഷീപ്പ് ചത്തോളി. ഇല്ല ഗൈസ്, നമുക്ക് കുറച്ച് വീറ്റ് കൊടുക്കാം. നിനക്കില്ല, ഇവനേ ഉള്ളു. നമ്മൾ ലൈഫ് ആവുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ ഷീപ്പിനെല്ലാം ആവശ്യമുണ്ട് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ
കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കെല്ലാം ഇത് ആവശ്യമുണ്ടാവും. സോ ഓക്കെ ഗൈസ്, സോ നമുക്കെന്തായാലും ഉറങ്ങാം, രാത്രിയായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, രാവിലെ ആയിരിക്കുകയാണ്, നമുക്കെന്തായാലും നേരെ മരം മുറിക്കാം. സോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, ഇതിൻ്റെ അടുത്ത് മറ്റേ പൊട്ടറ്റോ ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ല ഗൈസ്, പൊട്ടറ്റോ ഇല്ല. നമുക്കെന്തായാലും മീനെ കൊല്ലാം, കാരണം അതവിടെ നിൽക്കുന്നത് സേഫ് അല്ല. രാത്രിയാകുമ്പോൾ അത് പിന്നെയും പുനർജനിക്കും ഗൈസ്. സോറി ഗൈസ്. ഓക്കെ, നമുക്ക് മരം മുറിക്കാം. ഇവിടെ കുറേ ഷീപ്പുണ്ട് ഗൈസ്. മരം നല്ല ആവശ്യമുണ്ട്, ബട്ട് ഇവിടെ മരം കുറവാണ്. നമുക്ക് കുറച്ച് നടേണ്ടി വരും. നമ്മുടെ കയ്യിലുണ്ട് ഗൈസ് കുറേ മരത്തിൻ്റെ ഇത്, നമുക്കെല്ലാം നടേണ്ടി വരും. ഓക്കെ ഗൈസ്, നമുക്ക് കുറച്ച് മരം ആയിട്ടുണ്ട്. ഇത് മതിയോ എന്നറിയില്ല, നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം ഈ മരം മതിയോ എന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ 24 മരം എടുത്തിട്ടുണ്ട്. ഇത്രയും മതി എന്നാണ് തോന്നുന്നത്. നമുക്ക് 96 ഹോക്ക് പ്ലാങ്ക്സ് കിട്ടും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഹോക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, സോറി ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്. ഓക്കെ, ഹോക്ക് പ്ലാങ്ക്സ് എന്നല്ല, ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, നമ്മുടെ കയ്യിൽ 21 എണ്ണം കിട്ടിയിട്ടുണ്ട്. 21 എണ്ണം മതിയാവും എന്നാണ് തോന്നുന്നത്. സോ ഓക്കെ, ഈ മരമെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാം. ഇത് കുറേ വീഴുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു മരം നട്ടുപിടിപ്പിക്കണം, എന്നാലേ നമുക്ക് കുറേ കഴിയുമ്പോൾ മരം കിട്ടുള്ളൂ. നമുക്ക് മരത്തിൻ്റെ ആവശ്യം ഇപ്പം നല്ലോണം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നട്ടിട്ടുണ്ട്. അത് വളരുമെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ള നമുക്ക് പിന്നെ നടാം. ഉള്ളതെല്ലാം എടുത്തു വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഇവിടെ അടുത്തായിട്ട് നമ്മളെ ഫാമും കാര്യങ്ങളും തുടങ്ങാം. നമുക്ക് ഇത് വെക്കാം ഗൈസ്. ഗൈസ്, 2 എണ്ണം ഉണ്ടാക്കണമായിരുന്നു. സോറി, ഒരു സാധനം 2 എണ്ണം ഉണ്ടാക്കണമായിരുന്നു, അത് ഉണ്ടാക്കിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഇത് ഒന്നും കൂടെ ഉണ്ടാക്കുകയാണ്. 2 എണ്ണം ആവശ്യമുണ്ടാകും, അതുകൊണ്ടാണ് കുറച്ച് കഴിയുമ്പോൾ തിരിയും. നമുക്ക് 2 ഇത് വേണം ഗൈസ്. 2 പശുവിനെയോ അല്ലെങ്കിൽ 2 ഷീപ്പിനെയോ വേണം, എങ്കിലേ നമ്മുടെ ഫാം കറക്റ്റായിട്ട് വർക്കാവുള്ളൂ. ഓക്കെ ഗൈസ്, ഓക്കെ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരിത് തന്നെയാണ് നമ്മൾ ആക്കിയിട്ടുള്ളത്. ഓ തീർന്നല്ലോ ബ്രൈസ് അല്ല ഗൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഫുൾ മരത്തിന് ഉണ്ടാക്കേണ്ടി വരും. ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ വേണ്ടിയിരിക്കുന്നു. സോ നമുക്കിത് ഉണ്ടാക്കാം. ഇത്ര മതി എന്നാണ് തോന്നുന്നത്, ഇനി അത്ര വേണ്ടി വരില്ലായിരിക്കും. സോ 15 എണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ലേ. ഓക്കെ, ആൻഡ് ഓക്കെ ഗൈസ്,
നമുക്ക് ഇങ്ങനെ വെച്ച് വെച്ച് പോയാൽ കറക്റ്റാവും. ഓക്കെ ഗൈസ്, കറക്റ്റായിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ഒരു സാധനം പൊട്ടിക്കുക, എന്നിട്ട് ഇവിടെ ഒരു ഇത് വെക്കുക. അതിനുശേഷം സോ ഇതിൻ്റെ പുറകിലായിട്ട് ഷവ്വലില്ല ഗൈസ്, ഞാൻ പോയി ഷവ്വൽ ഉണ്ടാക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഷവ്വൽ ഉണ്ടാക്കുന്നതായിരിക്കും. സോ ഷവ്വലിന് സ്റ്റിക്ക് ഉണ്ട്. സോ നമുക്ക് ഈ ഷവ്വലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്, സ്റ്റോൺ കുറച്ച് കുറവാണ്. സോ നമുക്ക് എന്തായാലും മേലെ പോവാം. ആൻഡ് ഇനി നമുക്ക് ഓക്കെ ഗൈസ്, 2 ഷീപ്പിനെ നമുക്ക് കാണുന്നുണ്ട്. നമുക്ക് അതിനെല്ലാം ആദ്യം പിടിച്ചിട്ടിട്ട് ഈ പരിപാടി ചെയ്യാം ഗൈസ്. നമുക്ക് ആദ്യം ഇവിടെ ഒരു ഇതുണ്ടാക്കട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇത് പൊട്ടിക്കുക, എന്നിട്ട് ഈ ഡോർ എടുക്കുക, ഇവിടെ വെക്കുക. ഓക്കെ, ഇനി വീറ്റ് എടുക്കട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, ഷീപ്പ് വരുന്നുണ്ട്, ബട്ട് നമുക്ക് ഒരു ഷീപ്പിനെയും കൂടെ വേണം. ആ ഷീപ്പ് ആയിരുന്നു. ഓക്കെ ഗൈസ്, കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് അതിനെ കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവരാം. 2 ആളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ നോക്കിയാൽ പ്ലാൻ ചീറ്റി പോകുന്നതാണ്. ഓക്കെ, ആൻഡ് ബാ കയറാനാ പറഞ്ഞത്, എന്നെയും കൂടെ കയറ്റി ഗൈസ്. ഓക്കെ, ആൻഡ് ഓക്കെ, സോ നമുക്കിനി അടുത്ത ആളെ കയറ്റാം ഗൈസ്. ഓക്കെ, കമോൺ ബേബി, അല്ല നമുക്ക് ഈ ഒരു ടാക്ടിക്സ് യൂസ് ചെയ്യാം ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഇത് പുറത്തിറങ്ങി പോകും ഗൈസ്, അല്ലെങ്കിൽ അതുകൊണ്ട് ഇതിനെ എടുത്തിട്ട് ബെഡ് ഓക്കെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഇവിടെ വെക്കുക. അകത്തുവാട ഇത് വരത്തില്ല. ഇതിനെങ്ങനെയാണ് വരുത്തുണ്ടെന്ന് എനിക്കറിയാം. ഈ ബാ ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി എടോ വരാനാ പറഞ്ഞത്. എന്നാ ഫീഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫീഡ്. ഓക്കെ, ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, നമുക്കതിനെ ഫീഡ് ചെയ്യാം. ഓക്കെ, അതിതുവരെ വളർന്നിട്ടില്ല, നമ്മളെ വീറ്റ് മൊത്തം തീർന്നല്ലോ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വീറ്റ് ഇനി ഉണ്ടാവും. സോ നമ്മളങ്ങനെ നമ്മളെ ഫാം പക്കാ വർക്കിംഗ് ആണ്. ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ കെട്ട് ഇനി അയക്കാം ഗൈസ്, ഈ കെട്ടിൻ്റെ ആവശ്യം ഇനിയില്ല. ഓക്കെ, ആ ലെഡ് എവിടെ പോയി? ഓക്കെ, അതകത്ത് വീണു ഗൈസ്. ഓക്കെ, സോ അത് അടക്കാം ഗൈസ്. ഓക്കെ, അടക്ക്. ഓക്കെ, ഈറ്റങ്ങൾ പുറത്തിറങ്ങിപ്പോകും ഗൈസ്, അതാണ് സീൻ. ഓക്കെ, 2 ആയിട്ടുണ്ട്. ഇവരെന്താടാ? ഓക്കെ ഗൈസ്, ഇതുവഴി ഇതാറ്ററിയാണ്ട് വീണാലോ? അല്ല, വീണെന്നല്ല, ഇവിടെ പോയാലോ? ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഇത് ഇത്രയേ ഉള്ളൂ. സോ ആ പരിപാടി സെറ്റായിട്ടുണ്ട് ഗൈസ്. സോ ഈ ഒരു പിഗിനെ നമുക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ കൊല്ലുകയാണ്. പിഗിനെ നമുക്ക് വളർത്താൻ പറ്റൂല ഗൈസ്, വളർത്താനുള്ള ഫുഡ് വേണം വില്ലേജിൽ പോകണം. അതുകൊണ്ട് തന്നെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പിഗിനെ വളർത്താൻ പറ്റില്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ എനിക്കാണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ, പീസ് ഔട്ട്. സോ എല്ലാവർക്കും ബൈ. സോ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തരിക എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം നമ്മുടെ പഴയ ചാനൽ പഴയ ചാനൽ പോയതിന് ശേഷം പുതിയ ചാനലിൽ നമ്മളൊരു വീഡിയോ ആണ്. സോ എനിക്ക് ഫുൾ പവറിൽ തിരിച്ചു വരണമെന്നുണ്ട്. സോ നിങ്ങളെന്തായാലും ലൈക്ക് ചെയ്ത് നമ്മുടെ പവർ കാണിക്കുക. സോ അപ്പോൾ എല്ലാവർക്കും ബൈ.